ഹലോ ഹായ് എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് മിനി മൗസിൻ്റെ വളരെ ഭംഗിയായിട്ടുള്ള ഒരു ബോയാണ്. അപ്പോൾ ഇത് ഭയങ്കര രസമാണ് കാണാനും, അത് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഗ്രോസ്ഗർ റിബണാണ് കേട്ടോ. അപ്പോൾ അതിലാണ് ചെയ്യുമ്പോൾ കറക്റ്റ് അതിൻ്റെ ഒരു കറക്റ്റ് ഭംഗി വരുന്നത്. നോർമൽ റിബണിൽ നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എപ്പോഴും ബോ ചെയ്യുമ്പോൾ ഇതിനൊരു ഫോൾഡിംഗ് ഉണ്ട്. ആ ഫോൾഡിംഗ് കറക്റ്റ് ഇറങ്ങിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 2 ഇഞ്ചിൻ്റെ റിബണാണ് എടുത്തിരിക്കുന്നത്. 2 ഇഞ്ചിൻ്റെ റിബണാണ്. അപ്പോൾ അത് ഞാൻ 10 ആണ് ലെങ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ കറക്റ്റ് ഇതിൻ്റെ ലെങ്ത് നമ്മൾ എടുക്കുമ്പോൾ അത് കറക്റ്റ് ആയിരിക്കണം. എന്നാലേ അതിൻ്റെ ഫോൾഡിംഗ് ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ എടുക്കാനും പറ്റത്തുള്ളൂ. മെഷർമെൻറ്റ് മാറാതെ കറക്റ്റായിട്ട് തന്നെ എടുക്കണം. അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ എപ്പോഴും ചെയ്യുന്നത് പോലെ അതിൻ്റെ 2 സൈഡും നന്നായി ഉരുക്കി തന്നെ എടുക്കണം. അതിൻ്റെ സൈഡ് അല്ലെങ്കിൽ ആ നൂല് ഇളകി അത് മാറിപ്പോകും. അത് പെട്ടെന്ന് ചീത്തയായി പോകും. നമ്മൾ എത്ര കൂടിയ റിബൺ എടുത്താലും അതങ്ങനെ ഉരുക്കിയില്ല എങ്കിൽ അങ്ങനെ ചീത്തയായി പോകും പെട്ടെന്ന്. അപ്പോൾ ഇതിൽ ഇനി അടുത്തെന്ന് പറഞ്ഞാൽ സെൻറ്ററിലോട്ട് അതിനെ കറക്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യുക. ആ റിബണിന് കറക്റ്റ് സെൻറ്റർ അത് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലിപ്പോ പിന്നോ എന്തെങ്കിലും വെച്ച് അത് മാർക്ക് ചെയ്യുക. ഇതുപോലെ ഒരു ട്രയാങ്കുലർ ഷേപ്പിലേക്ക് എടുക്കുക. അതിന് കറക്റ്റ് സെൻറ്ററിലേക്ക് ഫോൾഡ് ചെയ്തതിന് ശേഷം ആ ബാലൻസ് വരുന്നതിന് നമ്മൾ ബാക്കിലോട്ട് മടക്കിയെടുക്കുക. ആ മടക്കിയെടുക്കുമ്പോൾ കറക്റ്റ് 2 എഡ്ജും ഒരുപോലെ ഇരിക്കും. 2 സൈഡും അടുത്ത സൈഡും അതുപോലെ തന്നെ നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുക. ഫോൾഡിങ് തെറ്റരുത്. എൻ്റെ കയ്യിൽ 2 ഇഞ്ചിൻ്റെ റിബൺ ഇല്ല, അതുകൊണ്ട് ഞാൻ 1 ഇഞ്ചിൻ്റെ ബ്ലാക്ക് റിബൺ 2 പീസായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ആ മെഷർമെൻറ്റ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് എടുക്കുക. അതിൻ്റെ സെൻറ്റർ പോർഷൻ കറക്റ്റ് ഒന്ന് ഉരുക്കി എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ വെക്കുന്നത് കറക്റ്റ് അതുപോലെ തന്നെ നിൽക്കും. അത് പ്രശ്നമില്ല. അതുകൊണ്ടാണ് പിങ്ക് നിങ്ങൾ 2 ഇഞ്ചിൻ്റെ 2 എടുക്കരുത്. കാരണം അത് നമുക്ക് ഫുൾ കവർ ചെയ്ത് എടുക്കാനുള്ളതാണ്, അതുകൊണ്ട് പറ്റില്ല. അപ്പോൾ ഇതിനെ ഞാൻ സെൻറ്ററിലേക്ക് മടക്കി വെച്ചു. ഇനി അതിനെ സ്റ്റിച്ച് ചെയ്യുക. ഞാൻ ആ ക്ലിപ്പ് വെച്ചിരിക്കുന്നത് അത് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആ കറക്റ്റ് ഫോൾഡിങ്ങിനനുസരിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ നന്നായി അത് ടൈറ്റ് ചെയ്ത് തന്നെ അത് സ്റ്റിച്ചിടണം, അല്ലെങ്കിൽ അത് ഇളകിപ്പോകും. അപ്പോൾ രണ്ട് അടുത്ത പാർട്ട് ഞാൻ ചെയ്തെടുത്തു. നോക്കി, അത് 2 കൂടെ സെൻറ്ററിൽ ഞാൻ ഫിക്സ് ചെയ്തു. ഒരുമിച്ച് തന്നെ അത് ഒരുപോലെ വെച്ച് അത് ഞാൻ ഗ്ലൂ ഗണ്ണാണ് ഉപയോഗിച്ചാണ് വെച്ചിരിക്കുന്നത്. നമ്മളുടെ നോർമൽ ഗ്ലൂ വെച്ച് നമുക്ക് ചെയ്യാം. ഇനി അടുത്ത് പുറകിലേക്ക് ഞാൻ ബോയാണ് ചെയ്യുന്നത്. നോർമൽ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെഷർമെൻറ്റ്, അതിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് പ്രശ്നമില്ല. അത് കുറച്ച് വലുതായിട്ട് വേണമെങ്കിൽ ചെയ്യാം, അതിൻ്റെ കറക്റ്റ് ആ സൈസിൽ വേണമെങ്കിൽ എടുത്താലും അതായാലും മതിയാവും. അപ്പോൾ 2 പാർട്സ് എടുത്ത് ഞാനത് സ്റ്റിച്ച് ചെയ്ത് ബോയാക്കി എടുത്തു. ഓക്കെ, സാധാരണ നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെയാണ്. അതിനെ സെൻറ്ററിലേക്ക് വെച്ചു. ആ സെൻറ്റർ ഞാൻ കവർ ചെയ്തിരിക്കുകയാണ്. സെൻറ്റർ ഞാൻ സെയിം റിബൺ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഗ്രോസ്ഗറിൻ്റെ. അതിനുശേഷം അലിഗേറ്റർ ക്ലിപ്പ് കൊടുത്തു. ബാക്ക് ഈ അലിഗേറ്റർ ക്ലിപ്പ് അല്ലാതെ നമുക്ക് ഹെയർ ബാൻഡും കൊടുക്കാം. നമുക്ക് ഹെയർ ബാൻഡ് ഉണ്ടെങ്കിൽ ഹെയർ ബാൻഡ് കൊടുത്ത് ചെയ്യാം. ഹെയർ ബാൻഡ് കൊടുക്കുന്നത് നല്ല മനോഹരമായിരിക്കും. ഇനി അതിൻ്റെ സെൻറ്ററിലേക്ക് ഞാൻ മിനിയുടെ പാച്ചസ് കൊടുത്തു. ആ പാച്ചസ് വെച്ച് കഴിയുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗി കുറച്ചുകൂടെ വരുന്നത്. കുറച്ചുകൂടെ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ പിങ്കിലേക്ക് എല്ലാ 4 സൈഡിലും ഹാഫ് കട്ട് ബീഡ്സ്, വൈറ്റ് കട്ട് ബീഡ്സ് കൊടുത്ത് ഞാൻ അതിനെ ഡെക്കറേറ്റ് ചെയ്തെടുത്തു. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും കഴിഞ്ഞു. അപ്പോൾ നോക്കിയേ എന്ത് മനോഹരമായിട്ടായിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്, നിങ്ങളും ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ ബൈ.